പിന്നെ ഒരു 40 വർഷം മുമ്പ് എൻ്റെ ഇടത് മൂക്കിനൊരു ദശ വളർന്നായിരുന്നു. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി എനിക്ക് ഒരു ജലദോഷം മാറുന്നില്ല. ജലദോഷം മാറാതെ ഇരുന്നപ്പം ഈയിടെ പല്ല് തേച്ചപ്പോൾ ഒരു ചോരമയം വന്നപ്പം തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ഡിപ്റ്റി മേഡം ഡോക്ടറെ കണ്ടപ്പോൾ എൻഡോസ്കോപ്പിയും സ്കാനിങ്ങും ചെയ്തപ്പോൾ ഇടത് മൂക്കിൻ്റെ ഇവിടെ പല്ലുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് സർജറി ഡിപ്റ്റി മേഡം ഡോക്ടറും അവരുടെ കൂടെയുള്ള ഡോക്ടർമാരും എനിക്ക് ഓപ്പറേഷൻ ചെയ്തു, എടുത്തു കളഞ്ഞ് വേദനയൊന്നും ഉണ്ടായില്ല. എനിക്ക് അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു കേസ് വളരെ റെയർ ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. കാരണം മൂക്കിൽ പല്ല് മുളയ്ക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് വളരെ അസാധാരണമായിട്ടാണ് കാണാറുള്ളത്. നമുക്ക് വായിലെ പല്ല് മൂക്കിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ സൈനസിലേക്കോ എല്ലാം വളർന്ന് വരാവുന്നതാണ്, പക്ഷേ മൂക്കിൽ കാണാത്തത് വളരെ റെയർ ആണ്. ഞാൻ കണ്ട അടുത്തേക്ക് വരുന്നത് മൂക്കിൽ ചെറുതായിട്ട് പഴുപ്പ് വരുന്നു, രക്തം വരുന്നു എന്നുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞാണ് ഒ പിയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു കല്ല് പോലെ ഉള്ള ഒരു വസ്തു അതിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. നമ്മൾ ഫർദർ എൻഡോസ്കോപ്പി കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ അതൊരു പല്ലാണെന്ന് തിരിച്ചറിയുന്നു. സ്കാൻ എടുപ്പിച്ചു. സ്കാനിൽ നമുക്ക് ചുറ്റും ദ്രിതുപ്പും വായിലേക്കും അതൊരു കണക്ഷൻ ഉള്ളതായിട്ട് കണ്ടു. അതൊരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പല്ലായിട്ട് തന്നെ നമുക്ക് വ്യക്തമായി. സോ ആ പല്ല് അത് മൊത്തത്തിൽ തന്നെ എടുത്ത് മാറ്റുക, അതിൻ്റെ ഇൻഫെക്ഷൻ കളയുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി എയിം. സോ അത് നമുക്ക് ലോക്കലിയും എടുക്കാം, പക്ഷേ രക്തസ്രാവം ഉണ്ടാവാം, അവിടെ ഒരു പിസ്റ്റുല ഫോം ചെയ്യാം, ഇതുള്ള എല്ലാം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അണ്ടർ GA, OT, ബേത്തി ഒരു ഓയിമോഫിസ് സർജനെയും ബാക്കപ്പ് വെച്ചിരുന്നു. സോ അതെല്ലാം കൊണ്ട് നമ്മൾ OT കയറ്റി മയക്കം കൊടുത്തിട്ടാണ് ചെയ്തത്. നമുക്ക് എൻഡോസ്കോപ്പിക്കലി തന്നെ പല്ലിനെ മൊത്തത്തിൽ നമുക്ക് എടുക്കുവാൻ സാധിച്ചു. അധികം രക്തസ്രാവം ഇല്ലാതെ തന്നെ മൊത്തം പല്ലും നമ്മൾ എടുക്കാൻ സാധിച്ചു. നമുക്ക് ബോൺ കട്ട് ചെയ്യേണ്ട അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആൻഡ് പേഷ്യൻറ്റ് നെക്സ്റ്റ് ഡേ തന്നെ ഇപ്പോൾ റിക്കവറി ആയി വീട്ടിലേക്ക് പോവുകയാണ്.